നിഷ്കളങ്കത്വം ആമേൻ ദൈവസന്നിധിയിൽ തെളിഞ്ഞു വരണം. ഈ രണ്ട് കാര്യമാണ് ദാവീദ് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഒരു വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഒരു കാര്യം വ്യക്തമായിട്ട് ദാവീദ് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുകയാണ്. ആമേൻ. ആ അധ്യായത്തിലേക്ക് നമുക്ക് ഒരു വാക്യത്തിലേക്ക് നമുക്ക് വരാമല്ലോ. ആമേൻ, സ്തോത്രം. 10-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരാം. സങ്കീർത്തനങ്ങൾ 10 അതിൻ്റെ 1 നമ്മൾ വന്നാട്ടെ. അവിടെ എന്താണ് ദാവീദ് പറയുന്നത്? 10-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതുമെന്ത്? കണ്ടോ, അവിടെ ദാവീദ് ദൈവത്തോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? അപ്പോൾ ദാവീദ് കൃത്യമായിട്ട് ദൈവത്തെ കണ്ടു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയാറുണ്ടോ പലപ്പോഴും, ദൈവമേ നീ എന്തിനാ ദൂരത്ത് പോയി നിൽക്കുന്നേ? അങ്ങനെ പറയാറുണ്ടോ? ആമേ, നീ എന്താ കർത്താവെ കേൾക്കുന്നില്ലേ? സ്തോത്രം. ആമേ, എന്താ എന്നോട് മറുപടി ഒന്നും പറയാത്തെ? സ്തോത്രം. ഇപ്പോൾ തലമുറ ഉള്ളവർ ഇവിടെ തിരിപ്പുണ്ട്. ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ കേട്ടില്ലെങ്കിൽ പിന്നെയും വിളിക്കും, അപ്പോഴും കേട്ടില്ലെങ്കിൽ പിന്നെയും വിളിക്കും, അടുത്ത് പിന്നെ ദേഷ്യം വരും അല്ലേ? ദാവീദ് അവിടെ നിന്ന്, കർത്താവേ നീ എന്താ ദൂരത്ത് നിൽക്കുന്നേ? ആമേ, കഷ്ടകാലത്ത് നീ ആമേൻ മറഞ്ഞു കളയുന്നത് എന്ത്? അപ്പോൾ കഷ്ടത വരുമ്പോൾ ദൈവം മറഞ്ഞു കളയുമെന്ന് ദാവീദിൻ്റെ ഹൃദയത്തിൽ തോന്നി. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ടല്ലേ? കർത്താവ് എനിക്കൊരു വിഷയം വന്നപ്പോൾ നീ എന്തിനാ മാറിപ്പോയത്, അല്ലെങ്കിൽ നീ മാറി നിന്നത് എന്ത് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പം അതുപോലെ ദാവീദ് ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെയും ദാവീദ് പറയുന്ന ഒരു കാര്യം ഇതാണ്, എൻ്റെ നിഷ്കളങ്കത്വം നീ എന്ത് ചെയ്യണം? പുറത്ത് കൊണ്ടുവരണം. സ്തോത്രം. ഈ 1-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെ, 3-ാമത്തെ വാക്യത്തിലേക്ക്, അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ 3-ാമത്തെ വാക്യം, നിന്റെ ദയ എൻ്റെ കണ്ണിൻ മുൻപിൽ ഇരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ദയയുടെ മുമ്പിലാണ് ദാവീദ് നെഞ്ചും നെറ്റിയും നിവർന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ നിഷ്കളങ്കത്വം ഇന്ന് ഞാൻ തെളിയിക്കും. സ്തോത്രം. അത് ദാവീദിന് അതൊരു വാശിയായിട്ട് മാറി. സ്തോത്രം. ആ അധ്യായം നമുക്ക് പഠിക്കുമ്പോൾ അറിയാം. 1-2 ഭാഗം ഒന്ന് എഴുതിക്കോളൂ. 1-2 ഭാഗം അതോട് ചേർന്ന് 1 മുതൽ 6 വരെയുള്ള വാക്യത്തോട് ചേർന്ന് 1-2 ഭാഗം ഒന്ന് എഴുതിക്കോളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് എന്ന് ഞാൻ പറഞ്ഞു. എഴുതിക്കോളൂ. ഈ പ്രാർത്ഥനയിൽ രോഗത്തിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ വിടുതൽ ചോദിക്കുന്നില്ല. എന്നാൽ ദേവാലയത്തിൽ വച്ചാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അത്രയുമല്ല, അടിസ്ഥാനത്തിൽ ചിന്തിച്ചു വരുന്നതാണ്. അടിസ്ഥാനത്തിൽ പല ഭാഗങ്ങളായി വിഭജിക്കുവാൻ പ്രാർത്ഥന എന്ന കരുത്തുകൊണ്ട് തൻ്റെ നിഷ്കളങ്കത്വം അത് യഹോവയുടെ മുൻപാകെ
തൻ്റെ നിഷ്കളങ്കത്വം യഹോവയുടെ മുൻപാകെ തുറന്നു പറഞ്ഞ് തിരുസന്നിധിയിൽ നിഷ്കളങ്കത്വം അപ്പോൾ ഈ 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുൻപാകെ ദാവീദ് ശക്തമായി തൻ്റെ നിഷ്കളങ്കത്വം തെളിയിക്കാൻ താൻ മുട്ടുമടക്കുക. എന്തുകൊണ്ടായിരിക്കും ദാവീദ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? വേറെ അധ്യായങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ അധ്യായങ്ങളിലൊന്നും ഇങ്ങനെയുള്ള ഒരു തെളിയിച്ചുള്ള ഒരു പ്രാർത്ഥനയിൽ ദാവീദ് ഇരിക്കുന്നില്ല. പക്ഷേ ഈ അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ അതിനകത്ത് ആമേൻ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ 2-ാമത്തെ വാക്യം പറയുന്നു, യഹോവേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. സ്തോത്രം. നോക്കിക്കേ, ഒരു പരിശോധനയ്ക്ക് വേണ്ടി അവൻ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ വചനം കേട്ടതുപോലെ നമ്മെ തന്നെ ഒന്ന് ദൈവസമ്മിൽ താഴ്ത്തി കൊടുക്കുക, അല്ലെങ്കിൽ സമർപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഞാൻ ഇതാ നിൻ്റെ മുമ്പിൽ തുറന്ന പുസ്തകം പോലെ ആമേൻ എന്നെ തന്നെ അങ്ങ് സമർപ്പിക്കുക. ദൈവപൈതലെ 1-2 ദിവസം മാത്രം, അല്ലെങ്കിൽ 20 ദിവസം ശത്രു ശക്തമായി ചിലപ്പോൾ നിന്നെ കള്ളം കൂറും. അത് കഴിഞ്ഞാൽ 21-ാമത്തെ ദിവസത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടും. അത് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങൾ കുറിച്ച് വെച്ചോ. ദാവീദിൻ്റെ 3 ആഴ്ചവട്ടം പഠിക്കുമ്പോൾ 1-2 ദിവസമല്ല, 20 ദിവസമാണ് ആമേൻ ദാനിയേൽ മൗനമായിരുന്നത്. സ്തോത്രം. പക്ഷെ 21-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് അവനെ പുറത്തു കൊണ്ടുവന്നു, സകലതും തെളിയിച്ച്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദാവീദിൻ്റെ പ്രാർത്ഥനയിൽ ദാവീദ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഇന്ന് ഈ ക്ലാസ്സിലിരിക്കുന്ന ദൈവജനത്തോട് ഒരു കാര്യം പറയാം. തൻ്റെ നിഷ്കളങ്കത്വത്തെ, ആ നിഷ്കളങ്കതയെ ദൈവസന്നിധിയിൽ തുറന്ന് സമർപ്പിച്ചു. കർത്താവേ, ഇന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന ഭാഗങ്ങളിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ എന്നെ ആരോപിക്കുമ്പോൾ, എന്നെ കുറ്റം ചെയ്തവനാക്കി എന്നെ കള്ളം കൂറുമ്പോൾ, ആ ഭാഗത്തൊക്കെ നിനക്ക് എന്നെക്കുറിച്ച് നല്ലവണ്ണം അറിയാം. ദാവീദ് അവിടെ ദൈവത്തിൽ പറയുക കേട്ടോ, എന്നെക്കുറിച്ച് നിനക്ക് നല്ലവണ്ണം അറിയാലോ. ആമേൻ. വേറെ ആർക്കും അറിയില്ലെങ്കിലും എന്നെക്കുറിച്ച് നല്ലവണ്ണം അങ്ങേക്ക് അറിയാം. അത് ഇന്ന് ഈ രാത്രി നമ്മൾ ദൈവത്തെ ഏൽപ്പിച്ചു. കർത്താവേ, എൻ്റെ കുറവ് എന്താണ് എന്ന്. അതാണ് ഇവിടെ വ്യക്തമായിട്ട് ദാവീദ് പറയുന്നത്. വായിച്ചേ, നമ്മൾ 6-ാം വാക്യം വരെ വായിച്ചു. അടുത്ത് 7-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ വായിച്ചോളൂ. ഞാൻ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. യഹോവേ, നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിന്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. പാപികളോടുകൂടെ എന്റെ പ്രാണനെയും രക്തപാതകന്മാരോടുകൂടെ എന്റെ ജീവനെയും സംഹരിച്ചു കളയരുതേ. അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട്, അവരുടെ വലങ്കൈ കോഴ നിറഞ്ഞിരിക്കുന്നു. ഞാനോ എന്റെ നിഷ്കളങ്കതയിൽ നടക്കും. എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ. എന്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു. സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. സഭകളിൽ ഞാൻ ദൈവത്തെ എന്ത് ചെയ്യുന്നു? വാഴ്ത്തും. പ്രൈസ് ദി ലോർഡ്. ഉറപ്പിച്ചു പറയുക. 7-ാമത്തെ വാക്യം മുതൽ ഇവിടെ പറയുന്നത്, ഞാൻ കുറ്റമില്ലാതാകയാൽ എൻ്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. സ്തോത്രം. അപ്പോൾ താൻ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവസന്നിധിയിൽ. ആമേൻ. എന്തിനു ഏൽപ്പിക്കണം ദൈവസന്നിധി? കേട്ടോ, ദൈവസന്നിധി നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ഇതിൻ്റെ ഹെഡിങ് അറിയാമല്ലോ അല്ലേ? എന്താ ഹെഡിങ്? നമ്മൾ എഴുതിയ ഹെഡിങ് അറിയാമല്ലോ.
നിഷ്കളങ്കത്വം. ഹെഡിങ് എന്താണ്? നിഷ്കളങ്കത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാവീദിനത് തെളിയിക്കണം, തൻ്റെ നിഷ്കളങ്കത്വം ദൈവത്തിൻ്റെ മുമ്പിൽ തെളിയിക്കണമെന്ന് താൻ വാശി പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് നല്ലതാ. നോക്കൂ, അടുത്ത 1-2 ഭാഗം എഴുതിക്കോളൂ. 1-2 ഭാഗം, 7-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെയുള്ള 1-2 ഭാഗം. യഹോവയുടെ ദയയിൽ ദൃഷ്ടി ഉറപ്പിച്ചു. അഥവാ അത് മറന്നുപോ. ദൈവസന്നിധിയിൽ അനുസരണമായി ജീവിച്ച ജീവിതത്തിൽ, ദൈവസന്നിധിയിൽ അനുസരണമായി ജീവിച്ച ജീവിതത്തിൽ താൻ എന്തെല്ലാം ദൈവം മുൻപാകെ വേണ്ടെന്ന് വച്ചുവോ, അതെല്ലാം പൂർണ്ണമായും താൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഉരിഞ്ഞു കളഞ്ഞു. താൻ ചെയ്തതായ സൽപ്രവർത്തികൾ, 1 സൽപ്രവർത്തികൾ, 2 ദൈവകൃപയിൽ നടക്കുകയാൽ, 3 ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ സന്തോഷിക്കുന്ന സന്തോഷവും, 4 വിഗ്രഹ ആരാധനകൾ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തു. കാരണം ഒരു രാജാവായിരിക്കുമ്പോൾ പലയിടത്തും പോകേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ മന്ത്രിയായിരിക്കുന്ന നമ്മുടെ വി ഡി സതീശൻ സാറ്, നമ്മുടെ പിണറായി സാറ്, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന നമ്മുടെ വിജയ് സാറ്, അവർക്ക് പലയിടത്തും പോകേണ്ടി വരും. പല സദസ്സിലും, പല അമ്പലങ്ങളിലും, പല പള്ളികളിലും, പലയിടത്തും പോകേണ്ടി വരും. പോയേ പറ്റൂ. സ്തോത്രം. അതുപോലെ തന്നെയാണ് ദാവീദും. രാജാവല്ലേ, എവിടെയെല്ലാം പോകണം. പക്ഷെ എവിടെ പോയാലും ദാവീദ് ഉറപ്പിച്ചു പറയുക, എൻ്റെ ഹൃദയത്തിൽ നീ ശോധന ചെയ്ത് നോക്കിക്കേ, ഞാൻ എവിടെയെല്ലാം പോയി, പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുക, ഞാൻ അതെല്ലാം ഉരിഞ്ഞു കളഞ്ഞിരിക്കുക. സ്തോത്രം. ആമേൻ. നമ്മൾ എവിടെയെല്ലാം പോയിട്ടുണ്ടല്ലേ? ഞാൻ അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. യേശു പറഞ്ഞ ശേഷം കാണാൻ പോയിട്ടുണ്ട്, വിസിറ്റിങ്ങിന്. അനേക പള്ളികളിൽ പോയിട്ടുണ്ട്. നമ്മൾ കോട്ടയത്ത് മണർകാട് പള്ളിയിൽ എത്രയോ പ്രാവശ്യം ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പാതിരാത്രിയൊക്കെ വരുമ്പോൾ ഏക ആശ്രയം വരുന്നത് അവിടെ ആ ഗേറ്റ് ഒഴുക്കിലും അടയ്ക്കത്തില്ല. രാത്രി വരുന്നവർക്കെല്ലാം ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ, കിടന്നുറങ്ങാം. എത്രയോ പ്രാവശ്യം.
അമ്പലങ്ങളിൽ പോയിട്ടുണ്ട് കാണാൻ. പക്ഷേ ഇതൊന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്തില്ല? പറ, പോകത്തില്ല. പൗലോസ് അതാ പറഞ്ഞേ. പൗലോസ് എന്തായിരുന്നു? ജാതികളുടെ അപ്പോസ്തലൻ. എല്ലായിടത്തും താൻ പോയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ രാമായണം വേണം, നമ്മുടെ വീട്ടിൽ മഹാഭാരതം വേണം, നമ്മുടെ വീട്ടിൽ ഖുറാൻ വേണം, നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും പുസ്തകങ്ങളും നമ്മുടെ വീട്ടിൽ വേണം. നമ്മളിതെല്ലാം വായിക്കണം. ഇതെല്ലാം എവിടെ നിന്ന് വന്നു? ഇത് നമ്മുടെ കയ്യിൻ്റെ വേദപുസ്തകം കൂടെ നോക്കണം. ഇതെല്ലാം എവിടെ നിന്നാണ് വന്നത്? ഇപ്പോൾ സംഭവിക്കുന്നത് എങ്ങനെയുള്ളതാണ് സംഭവിക്കുന്നത്? ഇതെല്ലാം എവിടെ നിന്നാണ് പോയത്? ഇതൊക്കെ പോയത് എവിടെ നിന്നാ? ബൈബിളിൽ നിന്ന് പോയതാ. സ്തോത്രം. ആമേൻ. ദാവീദ് തന്നെ പറയുക, ഞാൻ എന്നെ തന്നെ കർത്താവ് നീ എന്നെ നോക്ക്. സ്തോത്രം. ആമേൻ. ഒരു വാക്യം കൂടെ വായിക്കാമോ? ഒരു വാക്യം കൂടെ. സ്തോത്രം. 1:1. 1:1. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. പ്രൈസ് ദി ലോർഡ്. 1:1 എന്തുകൊണ്ടാണ് വായിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് വേദപണ്ഡിതക്കന്മാർ ആ വ്യാഖ്യാനത്തിനകത്ത് കൊള്ളിക്കുന്ന ഒരു വാക്കാ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന എത്ര നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും വളഞ്ഞ വഴിയിലേക്ക് പോകുന്നവരാണെങ്കിൽ നമ്മൾ അവിടെ വിട്ടുകളയുക. അങ്ങോട്ട് പിന്നെ പോകരുത്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കുണ്ടായിരിക്കേണ്ട ഫ്രണ്ട്സ് എല്ലാം വേണം. എൻ്റെ കൂട്ടുകാരന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ യേശു അറിഞ്ഞ ശേഷം ഒരെണ്ണം പോലും മരുന്നിന് പോലും കാണാനില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ ഹായ് ഹൂ എന്ന് പറയുന്ന അല്ലാതെ ആരെയും പോലും ഒരു കോണ്ടാക്റ്റും ഇല്ലാതായി. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ കർത്താവിനെ അറിഞ്ഞത് കർത്താവിൻ്റെ നാമം സംസാരിക്കാൻ വേണ്ടിയാണ്. നമ്മളെവിടെ സഹോദരന്മാർ എവിടെ ആയിരുന്നാലും നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് എന്തായിരിക്കണം? ദൈവവചനം. ആമേൻ. ദൈവത്തിൻ്റെ വചനം സംസാരിക്കണം. സ്തോത്രം. 10 പേര് കൂടുമ്പോൾ 2 പേര് കൂടുമ്പോൾ മറ്റൊരാളുടെ കാര്യം എടുത്ത് വലിച്ചിടാതെ ദൈവകാര്യത്തിന് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന റിസൾട്ട് വലുതായിരിക്കും. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തതിനും അപ്പുറമായിരിക്കും വരുന്നത്. 45-ാമത്തെ അധ്യായം നോക്കിക്കേ. 45-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നോയിക്കേ, 45-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളതാകുന്നു. ഉറപ്പായിട്ടും അത് തന്നെ. ദൈവം നമ്മെ ഒന്ന് ഏൽപ്പിച്ചാൽ ആർക്കും അതിനെ കളയാൻ പറ്റില്ല. ഉറപ്പാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് എത്ര പേരോട് നമ്മൾ സുവിശേഷം പറഞ്ഞു? നമുക്ക് എത്ര ഫോൺ കോൾ വന്നു? നമ്മൾ എന്തെല്ലാം കാര്യം സംസാരിച്ചു? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യമെങ്കിലും പറഞ്ഞോ നമ്മൾ? എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിന്ന് കർത്താവിൻ്റെ വേല ചെയ്തു. അല്ലാതെ ബൈബിൾ കൊടുത്ത് സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നതല്ല ദൈവവേല. അതുമാത്രമല്ല, 1000 പേരെ കൂട്ടി ഒരു വലിയ പ്രസംഗം, അതുമാത്രമല്ല, നിങ്ങളോട് വിളിക്കുന്നവരോട് സംസാരിക്കുന്ന ഒരു വാക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്തു. സൂര്യാസ്തമയ്ക്ക് മുമ്പേ അതിൻ്റെ കൂലി നിങ്ങൾക്ക് ദൈവം തരും. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. ഒരാൾ ചോദിച്ചത് എങ്ങനെയാണ്, ബ്രദറെ, നിങ്ങൾ എല്ലാ ദിവസവും ഇതേപോലെ നിങ്ങൾ രാവിലെ യൂട്യൂബിൽ മെസ്സേജ് ഇടുന്നല്ലോ, വല്ല ലാഭമുണ്ടോ? ഞാൻ ആ ബ്രദറിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ബ്രദറെ, നിങ്ങൾ ആരെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം പറയാം. വേദപുസ്തകത്തിൽ ഒരാൾ ആമേൻ നദിയിൽ ചോദിച്ചു, മിസ്രൈമിൽ നിന്ന് വല്ല നന്മയും ഉണ്ടോ? വല്ല നന്മയും ഉണ്ടോ? വന്ന് കാൺമീൻ. സ്തോത്രം. ഉണ്ട്, നന്മയുണ്ട്. നമ്മെ തളർത്തിക്കളയുന്ന വാക്കുകൾ വരും, നമ്മെ വേദനിപ്പിക്കുന്ന വാക്കുകൾ വരും. നിർത്തിക്കളയരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
നിർത്തിക്കളയരുത്. നമ്മെ ഏൽപ്പിച്ചതൊന്നും നിർത്തിക്കളയരുത്. മുമ്പ് ഞാൻ പറഞ്ഞ ഒരു ആശയം ഇതാണ്. ഒരു പട്ടി ഭയങ്കര കുരച്ചിലായിരുന്നു, ഭയങ്കരമായി കുരച്ചു. അപ്പോൾ ചുറ്റുപാടുമുള്ള വീട്ടിലുള്ള പട്ടികളെല്ലാം കുരച്ചു തുടങ്ങി. അതൊക്കെ കിലോമീറ്റർ അപ്പുറത്ത്, മീറ്ററുകൾ അപ്പുറത്താണ്. പക്ഷേ ആ പട്ടികളെല്ലാം കേട്ട് കുരച്ചതൊക്കെ എന്ത് ചെയ്തെന്നറിയാമോ? കുറേ സമയം കഴിഞ്ഞപ്പോൾ പയ്യെ പയ്യെ ഒച്ച താന്ന് 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 അതെല്ലാം ഉറക്കമായി, കുരച്ചു ഉറങ്ങി. എന്നാൽ ആദ്യം കുരച്ച പട്ടിയുണ്ടല്ലോ, അത് നിർത്തിയില്ല. അത് കള്ളനെ കണ്ടു കുരച്ചതാ. ആമേൻ. നിർത്തിയില്ല. ആ വീട്ടുകാർ ഉണരുന്നത് വരെ, ആ കള്ളനെ കാണുന്നത് വരെ ആ പട്ടി കുരച്ച് നിർത്തിയില്ല. പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും. ആമേൻ. സ്തോത്രം. അന്ന് വരെ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം പിന്നെ കിട്ടാതെ വരും. എന്തുകൊണ്ടാ? വചനം പ്രസംഗിക്കുന്നതുകൊണ്ട്. ആമേൻ. വിട്ടുകളയരുത്. എത്ര ദിവസം നിനക്ക് ഭക്ഷണം കിട്ടിയില്ലയോ, അതിൻ്റെ 10 മടങ്ങ് നീ കാണാത്ത കൊട്ടാരത്തിനകത്ത് ദൈവം ഒരുക്കി വച്ചിട്ട് നിന്നെക്കൊണ്ട് അതിനകത്തിരുത്തും. സ്തോത്രം. ഇന്നലെ വരെ കഴിക്കേണ്ട ചിലപ്പോൾ ചോറും മീനുമായിരിക്കും, പക്ഷേ അതിനേക്കാൾ ബഹുത്തരമായ വിരുന്നിലേക്ക് ദൈവം നിന്നെ കൊണ്ടിരുത്തും. സ്തോത്രം. അനുഭവത്തോടെ പറയുന്ന കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവമുമ്പിൽ തുടങ്ങിയതൊന്നും നിർത്തിക്കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വായിച്ചത് കേട്ടോ. ആമേൻ. സ്തോത്രം. എന്താ 6-ാമത്തെ വാക്യം? ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. സ്തോത്രം. ആമേൻ. സ്തോത്രം. അടുത്ത 1-2 വാക്ക് നമുക്ക് എഴുതാമല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 1-2 വാക്കുകൾ നമുക്ക് എഴുതാം. യഹോവയുടെ സാന്നിധ്യം വസിക്കുന്ന ആലയം വളരെ പ്രിയങ്കരമാണ്. ആലയമായ വാസസ്ഥലവും നീ വസിക്കുന്ന ആലയവും ഇതാണ് ബ്രാക്കറ്റിൽ എന്നതാണ് ശരി. നീ വസിക്കുന്ന ആലയവും അതിൽ പ്രകാരം നിന്റെ മഹത്വത്തിൻ്റെ നിവാസവും എന്നും വിളിക്കും. കാരണം ആ ആലയത്തിൽ നിറയുന്ന ദൈവത്തിൻ്റെ മഹത്വവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും മൂലമാണ്. ദൈവത്തിൻ്റെ മഹത്വവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും മൂലമാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് അറിയുന്നതും അനുഭവിക്കുന്നതും തൻ്റെ നിരപരാധിത്വത്തെയും നിഷ്കളങ്കതയുടെയും അടിസ്ഥാനത്തിലേക്കാണ് ദാവീദിൻ്റെ പ്രാർത്ഥന.
തൻ്റെ ജീവിതത്തെ നശിപ്പിക്കരുതേ എന്നതാണ് ഈ പ്രാർത്ഥനയും ഈ പ്രാർത്ഥനയുടെ സാരാംശവും. പാപങ്ങൾ ബോധപൂർവം ദൈവസന്നിധിയിൽ തുറന്നു പറയുകയും പാപങ്ങൾ ബോധപൂർവം ദൈവസന്നിധിയിൽ തുറന്നു പറയുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും അനന്തരം അവരുടെ നാശത്തിന് ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ, ഒരു വാക്യം കൂടെ. 55:23. 55:23. രക്തപ്രിയവും വഞ്ചനയും ഉള്ളവർ ആയുസിന്റെ പകുതിയോളം ജീവിക്കുകയില്ല. ഞാനോ നിന്നിൽ ആശ്രയിക്കും. അതിന് തൊട്ട് മുകളിലത്തെ ഭാഗം കൂടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കും: നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. 22ഉം 23ഉം കൂടെ എഴുതിക്കോളൂ. അടുത്ത്: എൻ്റെ കാലടി ദൈവസന്നിധിയിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. താൻ നീതിയോടെ ജീവിക്കുന്നു എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വ്യക്തികളിൽ താൻ ചെയ്ത നന്മകളും ദാനധർമ്മങ്ങളും എൻ്റെ കഷ്ടസമയത്ത് ദൈവം പരിശോധിച്ചു. ഇവിടെ ഈ ഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പോൾ നമ്മളൊരു മാർക്കറ്റിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് പോകുന്നു, അല്ലെങ്കിൽ എവിടെ പോയാലും നമ്മളൊരാളിന് 5-10 രൂപ അദ്ദേഹം ചോദിക്കാതെ അങ്ങോട്ട് കൊടുത്താൽ അദ്ദേഹം ചിലപ്പോൾ 2 രൂപയായിരിക്കും ഉദ്ദേശിക്കുന്നത്. നമ്മളത് 10 രൂപ കൊടുത്താൽ, ആമേൻ, അത് ആ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തൊരു പുഞ്ചിരി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഷ്ട ദിവസത്തിൽ ദൈവം ആ ഭാണ്ഡക്കെട്ട് തുറക്കും. അതാ ഇവിടെ പറഞ്ഞത്. ദാവീദിൻ്റെ കഷ്ട നിമിഷത്തിൽ, ദാവീദിന് രക്തം കുടിക്കാൻ നിൽക്കുന്ന ആ സമയത്ത്
കർത്താവ് ദാവീദ് ചെയ്ത ആ കാര്യങ്ങൾ, താൻ ചെയ്ത ധർമ്മങ്ങളും താൻ ചെയ്ത നല്ല പ്രവൃത്തികളൊക്കെ എന്ത് ചെയ്തു? പുറത്തെടുത്തു. ആമേൻ. അത് കൃത്യമായിരിക്കണം കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത, അവർ പ്രതീക്ഷിക്കാത്തത് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ ഉറപ്പായിട്ടും സ്തോത്രം. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മാർക്കറ്റിൽ നിൽക്കുമ്പോൾ എന്നോടൊരു മാതാവ് ചോദിച്ചു, എനിക്ക് ആ ഓട്ടോറിക്ഷയ്ക്ക് പോയി 20 രൂപ തരും ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എവിടെ പോകാനാ? ഇന്ന സ്ഥലത്ത് പോകാനാ. ഓട്ടോറിക്ഷയ്ക്ക് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നത് 100 രൂപയാവും. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, അമ്മ ഒരു കാര്യം ചെയ്യണം, ആ വണ്ടി കയറി ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓട്ടോക്കാരൻ പറഞ്ഞു, പറയുകയാണ്, സാറേ കൊടുക്കരുത്, സ്ഥിരം പരിപാടിയാണ്. ഞാൻ പറഞ്ഞു, പൈസ കൊടുക്കുന്നില്ലല്ലോ, നിങ്ങൾ ഈ അമ്മയെ കൊണ്ട് വീട്ടിലാക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കണം, ആ അമ്മയെ ആ ഓട്ടോയിൽ കയറി പറയുക, മോനെ എനിക്ക് ഒരു കവർ പാല് കൂടെ വാങ്ങിച്ചു തരണം. ഓക്കെ, ഒരു പാൽ കൂടെ വാങ്ങിച്ചു കൊടുത്തു. വാങ്ങിച്ചു കൊടുത്തപ്പോഴാണ് ഓട്ടോക്കാർ എൻ്റെ മുഖത്ത് ചിരിക്കുക. അപ്പോൾ അവർ വിചാരിക്കുന്നത് സ്ഥിരം പരിപാടി ആയിരിക്കട്ടെ. പക്ഷേ ഞാൻ അത് ചെയ്തപ്പോൾ ദൈവം എനിക്ക് വേറൊരു വഴി തുറന്നു. കൊടുക്കുന്ന സന്തോഷത്തോടെ കൊടുക്കുക. ഒരു എന്ത് കാര്യം സന്തോഷത്തോടെ അവർ കൊടുക്കുക. സ്തോത്രം. നമ്മൾ എന്താ ചെയ്യുന്നത്? ചിലപ്പോൾ ഞാൻ 20 രൂപ കൊടുത്താൽ അവരന്ന് പോകത്തില്ല, അവിടെ ഇരിക്കും. അവരവിടെ ഇരുന്ന് അടുത്തൊരാളുടെ 20 രൂപ ചോദിക്കും. അതാണ് യോഹന്നാനും പത്രോസും കൂടെ ആരാധനയ്ക്ക് പോയി പറഞ്ഞു, പൊന്നോ വെള്ളിയോ എൻ്റെ പക്കൽ ഇല്ല, യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? എണീക്കുക. അല്ലേ? ആ അമ്മയെ ഞാൻ അവിടെ നിന്ന് എണീപ്പിച്ച് വണ്ടി കയറ്റി വീട്ടിൽ അയച്ചു. സ്തോത്രം. പിന്നെ ഞാൻ അവരെ കണ്ടില്ല ജംഗ്ഷനിൽ. ഒരു 65-70 വയസ്സിൽ കൂടുതൽ വരും. ഞാൻ പറയുന്നത്, ദാവീദിൻ്റെ ഈ സമയത്ത് കർത്താവ് അതിന് നല്ല കാര്യം, അവ ചെയ്ത നർമ്മകാര്യങ്ങളെക്കുറിച്ച് ആ ഭാണ്ഡക്കെട്ട് കർത്താവ് തുറന്നെങ്കിൽ, ആ ഭാഗം വന്നപ്പോൾ ഞാൻ പറയുക, തുറന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലൊരു വിഷയം വരുമ്പോൾ ദൈവം അത് ചെയ്യും. ഉറപ്പായിട്ടും തുറക്കും. അതാണ് സങ്കീർത്തനം പറഞ്ഞത്, അല്ലേ? സങ്കീർത്തനം എന്താ പറയുന്നതെന്ന് അറിയാമോ? ആമേൻ. എന്താ സങ്കീർത്തനം പറയുന്നത്? കഷ്ട ദിവസത്തിൽ യഹോവ നിന്നെ എന്ത് ചെയ്യും? തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും. ഏത് ദിവസത്തിലാണ്? അനർത്ഥ ദിവസത്തിൽ. നമ്മുടെ ഒരു അനർത്ഥം വരുന്നു എന്നറിയുമ്പോൾ കർത്താവ് നമ്മെ ഒളിപ്പിക്കും. കാരണം അതിന് മുമ്പ് കർത്താവ് ഇതെല്ലാം ഭാണ്ഡക്കെട്ട് അഴിച്ചു നോക്കും. ഞാനിങ്ങനെ ചിന്തിക്കുന്ന ഈ നോട്ട് പല പ്രാവശ്യം വായിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, സ്തോത്രം, ഇത് ബൈബിൾ കോളേജിൽ നോട്ടാ, ഞാൻ തയ്യാറാക്കിയതല്ല, ഇത് ബൈബിൾ കോളേജിൽ നോട്ടാ. ഞാൻ പോയി ഇരുന്ന് മൊത്തം വാങ്ങിച്ചുകൊണ്ട് വന്നത്. സ്തോത്രം. അപ്പോൾ ഈ നോട്ട് ഞാൻ ഇന്ന് പഠിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ എന്ത് ചെയ്യുമോ അതെല്ലാം തൻ്റെ പുസ്തകത്തിൽ എന്ത് ചെയ്യും? എഴുതി വയ്ക്കും. നമുക്കൊരു രോഗമോ ഒരു ഭാരമോ ഒരു വിഷമമോ ഒരു സങ്കടമോ ഒരു കണ്ണീരോ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പ് കർത്താവ് ഇതെല്ലാം എടുത്ത് തുറന്നു നോക്കും. ശത്രുവിന് ഒരിക്കലും നമ്മെ വാദിക്കാൻ ഇടം കൊടുക്കത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പറയുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം എൻ്റെ ഹാർട്ടിനകത്തുള്ള പ്രശ്നം ഞാൻ വലുതായി കണ്ടു എങ്കിൽ, സെബിനോട് ഡോക്ടർ പറഞ്ഞത് അദ്ദേഹത്തെ കൊണ്ട് ഫുൾ ചെക്കപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനാണ്. ഞാനത് വലുതായി കണ്ടു എങ്കിൽ, ആമേൻ, ഇന്ന് ഞാനിവിടെ ഇരിക്കത്തില്ല. സ്തോത്രം. ഞാൻ ഇന്നും പറയുന്ന കാര്യം ഇതാണ്. എനിക്ക് പറയുമ്പോൾ ചില സമയങ്ങളിൽ എനിക്ക് ശ്വാസം അകത്തോട്ടെടുക്കും, എനിക്ക് തന്നെ ബുദ്ധിമുട്ട് തോന്നും. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? അതല്ല കാണേണ്ടത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം എത്രത്തോളം ഓടി നടന്ന് ചെയ്യാൻ കഴിയുമോ. ഞാൻ ആൻറ്റിയുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ആൻറ്റിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, അയ്യോ പാസ്റ്റർ അതൊന്നും കുഴപ്പമില്ല, ചെറിയ സാധനമല്ലേ. ഞാൻ പലപ്പോഴും ആ തങ്കമ്മേൻ്റെ പറഞ്ഞ വാക്ക് ഞാൻ ശ്രദ്ധിക്കും. അതൊന്നും കുഴപ്പമില്ല പാസ്റ്റർ, ചെറിയ കാര്യമല്ലേ. അതെ ആൻറ്റി, ഞാൻ ശ്രദ്ധിക്കാറില്ല, പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. അപ്പോൾ അത് ഉണ്ടെന്നറിയാമല്ലോ, അട്ടുണ്ട് എന്നുള്ള ഉറപ്പുണ്ട് എനിക്കിപ്പോൾ. ഉണ്ട്. അത് 350 ഗ്രാം, വെറും 350 ഗ്രാമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ പവർ എന്ന് വെച്ചാൽ വലുതാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളുടെ വിഷയം ഇതാണ്. എഴുതിക്കോളൂ. 1-2 കാര്യം പെട്ടെന്ന്, 2 മിനിറ്റേ ഉള്ളൂ. 1-2 കാര്യം പെട്ടെന്ന് നമുക്ക് ഈ ഭാഗം തീർക്കാം. സ്തോത്രം. തൻ്റെ ഉത്തരവാദിത്വം ദേവാലയത്തിൽ യഹോവയെ സ്തുതിക്കുന്ന ജോലിയാണ്.
തൻ്റെ ഉത്തരവാദിത്വം ദേവാലയത്തിൽ യഹോവയെ സ്തുതിക്കുന്ന ജോലിയാണ് എന്നതിന് തെളിവാണ് തൻ്റെ തീരുമാനം സഭകളിൽ നിന്ന് ബഹുവചനപ്രകാരം അക്ഷയനായ ദൈവത്തെ വിശ്വസിക്കുകയും പാപങ്ങളെ ഏറ്റുപറയുകയും ബഹുസഭാ മധ്യത്തിൽ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദാവീദിൻ്റെ പ്രാർത്ഥനയും സമർപ്പണവുമാണ് ഇവിടെ മഹാസഭ എന്ന വലിയ സഭ, മഹാസഭ എന്ന വലിയ സഭ എന്ന ദൈവസരിലെ ശുശ്രൂഷ താൻ ചെയ്തത് ദൈവത്തിൻ്റെ തേജസ് മൂലം ദൈവത്തിൻ്റെ തേജസ് മൂലം മഹത്വകരമായ ഭക്തന്മാരുടെ കൂടിവരവുകളിലാണ് അതിൻ്റെ കാരണം താൻ പ്രബോധിപ്പിക്കുന്നത്. ഒന്ന് രണ്ട് വാക്യം കൂടെ എഴുതിക്കോളൂ പെട്ടെന്ന്. സങ്കീർത്തനം 9:1, 26:11, 11:11, 18:36, 37, 37:11, 37:31, 86:11, 31:6, 139:21, 22, 27:4, 22:25 ഇത്രയും ഭാഗമാണ്. ന്യായം പാലിച്ചു തരേണമേ, എനിക്ക് ന്യായം പാലിച്ചു തരേണമേ. അഥവാ എൻ്റെ കുറ്റമില്ലായ്മ അംഗീകരിച്ചു തരേണമേ. എൻ്റെ കുറ്റമില്ലായ്മ അംഗീകരിച്ച് തരേണമേ എന്ന അർത്ഥം. ഇതുകൊണ്ട് തൻ്റെ കുറ്റമില്ലായ്മ അംഗീകരിച്ച് തരണം എന്നുള്ള കാരണങ്ങളെയാണ് ഇവിടെ ദാവീദ് ദൈവത്തോട് പറയുന്നത്. നിഷ്കളങ്കതയിൽ നടക്കുന്ന
നിഷ്കളങ്കതയിൽ നടക്കുന്ന, നിഷ്കളങ്കനായി ജീവിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ദൈവമുൻപാകെ പരമാർത്ഥ ഹൃദയത്തോടെ എൻ്റെ ജീവന്റെ ബലം എന്ന പ്രയോഗത്തിൽ ബലം എന്നതിൻ്റെ മൂലപദത്തിന് ശക്തി ദുർഖം എന്നും അർത്ഥമുണ്ട്. ഒന്ന്, ഇവിടെ യഹോവയ്ക്ക് വെളിച്ചവും രക്ഷ ബ്രാക്കറ്റിൽ അഥവാ രക്ഷകൻ ശക്തി ദുർഖം. അതിനാൽ ഈ ഭക്തന് ആരെയും ഭയപ്പെടാനില്ല എന്ന ധൈര്യത്തോടെ ആരെ ഭയപ്പെടും, ആരെ പേടിക്കും, അഥവാ ആരെയും പേടിക്കാനില്ല എന്ന് ചോദിക്കുവാൻ കഴിയുന്ന വിമോചകനും ശക്തിദായകനുമായ യഹോവ തൻ്റെ ഭാഗത്ത് ഉള്ളപ്പോൾ ശത്രുവിനെ എനിക്ക് പേടിപ്പാനില്ല. എൻ്റെ മാംസം തിന്നുവാൻ നോക്കുന്നവരെല്ലാം അവർക്ക് സംഭവിക്കുവാനിരിക്കുന്ന പരാജയത്തെ ഇടറി വീഴുക എന്ന് വിശേഷിപ്പിക്കുന്ന അതുപോലെ തന്നെ താൻ നേരിടുന്ന ശത്രുത ഒരു ശത്രു സൈന്യത്തിൽ വളയപ്പെട്ട ഏത് നിമിഷവും
ആക്രമിക്കപ്പെടുമെന്ന് എന്നതുപോലെയാണ് ഓരോ നിമിഷവും എന്ന് ശത്രു പറയുന്നു. നോക്കൂ, ദാവീദിന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രതികൂലങ്ങൾ ശത്രു തള്ളിവിട്ടു, ഒത്തിരി പ്രതികൂലങ്ങൾ. എന്നാൽ താൻ എന്താ 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, 5-ാമത്തെ വാക്യം വായിക്കുമ്പോഴും 6-ാമത്തെ വാക്യം പഠിക്കുമ്പോഴൊക്കെ ദാവീദ് തന്നെ ഒന്ന് സമർപ്പിക്കുക. അപ്പൊ ദൈവ മുമ്പാകെ ഒരു ദൈവ പൈതൽ തന്നെ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകുമ്പോഴാ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. ആമേൻ. ഈ കാലഘട്ടത്തിൽ അത് കാണാനില്ല. ദൈവ മുമ്പാകെ ഒന്ന് സമർപ്പിക്കാനോ ദൈവത്തിൻ്റെ മുൻപാകെ ഒന്ന് കുറവുകളെ ഏറ്റു പറയാനോ മനുഷ്യൻ തയ്യാറാകുന്നില്ല. എന്നാൽ ഇവിടെ നോക്കൂ, ദാവീദിനെ തന്നെ മുഴുവനായി കർത്താവിൽ ഏൽപ്പിക്കുക. മുഴുവനായി. അദ്ദേഹത്തിൻ്റെ കുറവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആമേൻ. എങ്കിലും താൻ തൻ്റെ കുറവിനെ ദൈവസന്നിധിയിൽ പകരുകയാണ്. ഈ ക്ലാസ്സിലിരിക്കുന്ന അഭിഷക്തന്മാരോടും അഭിഷക്തമാരോടും ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം. ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയമില്ലാതെ ധൈര്യത്തോടെ നിന്നതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? താൻ തൻ്റെ ജീവിതത്തിലെ കുറവുകളെ വെളിപ്പെടുത്തുവാനിടയായി. സ്തോത്രം. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവസന്നിധിയിൽ പകരുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുവാനും നമ്മൾ തയ്യാറാകുമ്പോഴാണ് ഒരു ദൈവത്തിൻ്റെ ഫേവർ നമ്മൾ വെളിപ്പെടുന്നത്. ആ ദൈവത്തിൻ്റെ ഫേവറിനകത്ത് നാം ആയിരുന്നാൽ അതിനകത്തുനിന്ന് നമ്മെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. എങ്ങനെയായിരിക്കണം? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത്. ആമേൻ. ഒന്ന്, ജീവിതത്തിൽ ഏറ്റുപറച്ചിൽ എത്രയും അത്യാവശ്യമാണ്. സ്തോത്രം. 2, ദുഷ്ടന്മാരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കില്ല എന്നുള്ള ഒരു തീരുമാനം ജീവിതത്തിൽ വരണം. പ്രൈസ് ദി ലോർഡ്. 3, സകല ആരാധനകളിലും പങ്കെടുക്കുമെന്നുള്ള ഉത്തമ ദൃഢമായൊരു നിശ്ചയം ജീവിതത്തിൽ വരണം. ആമേൻ. അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നു, ആമേൻ, സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. കണ്ടോ? ഒരു സഭയല്ല, സഭകളിൽ തന്നെ വിടുവിച്ച വിടുതലുകൾ സഭകളിൽ നടന്നു പറഞ്ഞു. ഓരോ സഭകളിലും താൻ ചെന്ന് ദൈവം തനിക്ക് കൊടുത്ത വിടുതലിനെ കുറിച്ച് വിളംബരം ചെയ്യുകയാണ്. ആമേൻ. ആമേൻ. ആ ഒരു തലത്തിലേക്ക് തന്നെ നമ്മൾ കടന്നു വരണം, ഉറപ്പായിട്ടും. ഹല്ലേലൂയ. ആ ഒരു തലത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ സ്വർഗത്തിലെ ദൈവം, ആമേൻ, നമ്മുടെ നടുവിൽ ഇറങ്ങി വരും. ഉറപ്പായിട്ടും ആ ദൈവസാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. സ്തോത്രം. എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം സഞ്ചരിക്കുന്ന, ആമേൻ, ഒരു ദൈവ പൈതലിന് ഈ പകലിൽ പ്രത്യാശിക്കാൻ വകയുണ്ട് കേട്ടോ. ആമേൻ. കാരണം ദൈവം അവൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളെ ഓർക്കുമ്പോൾ ഭയങ്കരമാണ്.
സ്തോത്രം. ഒന്ന്, ദാവീദിന്റെ ജീവിതത്തിൽ എപ്പോഴാണോ ദൈവ സാന്നിധ്യം കടന്നു വന്നത്, എപ്പോഴാണോ ദാവീദ് ആ ദൈവത്തിൻ്റെ ഫേവറിനകത്ത് നിന്നത്, ആ സമയം മുതൽ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ദാവീദിൽ വെളിപ്പെട്ടു. അതാര് കണ്ടെന്നറിയാമോ? ഇതുവരെയും ദാവീദ് കാത്ത ഗോലിയാത്ത് തിരിച്ചറിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ശൗൽ തിരിച്ചറിഞ്ഞു. ആമേൻ. ഫെലിസ്ത്യൻ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഹിത്യർ തിരിച്ചറിഞ്ഞു. യെബൂസ്യർ തിരിച്ചറിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. കാട്ടിലെ കരടിയും സിംഹവും തിരിച്ചറിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യർ മാത്രമല്ല തിരിച്ചറിയുന്നത്, പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. കരടി ഒരിക്കലായി, സിംഹം ഒരിക്കലായി, പിന്നെ വന്നിട്ടില്ലല്ലോ. അവിടെ നീ ആ സിംഹത്തെ നീ ജയിച്ചത് കൊണ്ട്, കരടിയെ ജയിച്ചത് കൊണ്ട്, പിന്നെ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ആ സിംഹം വന്നിട്ടില്ല. എന്താ വരാത്തെ? അവനിൽ ഉള്ള പവർ അത് തിരിച്ചറിഞ്ഞു. ഇന്ന് പകലിൽ നിന്നിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അത് ശത്രു തിരിച്ചറിയണം. ഉടബൽ കമന. ആമേൻ, സ്തോത്രം. നോക്കൂ, അടുത്ത് 1-2 ഭാഗം എഴുതിക്കോളൂ. അതേ സമയം താൻ ഏർപ്പെടുന്ന ചില നല്ല കാര്യങ്ങളുണ്ട്. അതാണ് വാക്യങ്ങളിൽ പറയുന്നത്. ഇവിടെ 26-ാമത്തെ അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിൽ നിന്നും ഈ വ്യക്തി ദേവാലയത്തിൽ ശുശ്രൂഷാ സമയത്ത് ഗാലാപനം നടത്തുവാൻ ചുമതലയുള്ള ഗായക വൃത്താന്തത്തിൽ അംഗമായ പുരോഹിതനാണ്. മനസ്സിലായോ? ആരാ ഈ ഗായക വൃത്താന്തത്തിനകത്ത്, ഈ ഗായക സംഘത്തിനകത്ത് ആരാണ്? ദാവീദ്. നോക്കൂ, 6-7 വാക്യത്തിനകത്ത്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. കണ്ടോ? യഹോവേ, നിന്റെ ആലയമായ വാസസ്ഥലം, നിന്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. ആമേൻ. സ്തോത്രസ്വരം കേൾക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളെയൊക്കെയും വർണ്ണിക്കേണ്ടതിനും, ആമേൻ, ദാവീദ് ദൈവത്തിൻ്റെ ആലയം തിരഞ്ഞെടുത്തു. അപ്പോൾ ദാവീദ് ആരാ? നല്ല പാട്ടുകാരനാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ നല്ല ഗാനങ്ങൾ ആലപിക്കുന്ന നല്ല ആർട്ടിസ്റ്റാണ്. സ്തോത്രം. ആമേൻ. എന്ന് പറഞ്ഞാൽ നല്ല പ്രൊഫഷണൽ പാട്ടുകാരനാണ്. സ്തോത്രം. അതല്ലേ ദാവീദ് കിന്നരം വായിച്ചപ്പോൾ ശൗലിൻ്റെ ദുരാത്മാവ് ഇളകിയത്. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പാട്ടിനകത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആമേൻ. ഈ ക്ലാസ്സിനകത്തിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾ പാടുന്നവരാണോ? നിങ്ങൾ പ്രസംഗിക്കുന്നവരാണോ? നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ ഘോഷിക്കുന്നവരാണോ? എങ്കിൽ വ്യക്തമായി മനസ്സിലാക്കുക, അതിനകത്ത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുണ്ട്. സ്തോത്രം. ആമേൻ. അതിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ദാവീദ് ആരെന്നറിയാമോ? പാട്ടുകാരൻ. സ്തോത്രം. അവൻ പാട്ടുകാരൻ, നല്ല പാടുന്നവനായിരുന്നു. സ്തോത്രം. അടുത്ത് 1-2 വാക്ക് എഴുതിക്കോളൂ. തൻ്റെ ഉത്തരവാദിത്വം ദേവാലയത്തിൽ യഹോവയെ സ്തുതിക്കുന്ന ദേവാലയത്തിൽ യഹോവയെ സ്തുതിക്കുന്ന ജോലിയാണ്. ആമേൻ.
തൻ്റെ തീരുമാനം മലയാള വേദപുസ്തകങ്ങളിൽ എന്ന ബഹുവചന രൂപം ഉപയോഗിച്ച് തൻ്റെ പരമാധികാരത്തെയും നിരപരാധിത്വം നിഷ്കളങ്കതയുടെയും അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥന തൻ്റെ ജീവനെ നശിപ്പിക്കരുതേ എന്നാണ് താൻ പ്രാർത്ഥിക്കുന്നത്. ദാവീദ് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, നിന്റെ ആത്മാവിനെ എൻ്റെ മേൽ എന്ത് ചെയ്ത് എടുത്ത് കളയരുത്. നിന്റെ ആത്മാവിൽ എന്നെ നടത്തണം. സ്തോത്രം. അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് ചെറുതല്ല കേട്ടോ. ആ പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റാൻ, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ കുറവുകളുണ്ടെങ്കിൽ നീ ക്ഷമിക്കണം. സ്തോത്രം. നിന്റെ ആത്മാവിനെ മാത്രം നീ എന്ത് ചെയ്യരുത്, എടുത്തു മാറ്റരുത്. പ്രൈസ് ദി ലോർഡ്. അത് എൻ്റെ നിന്ന് എടുത്ത് മാറ്റിക്കളഞ്ഞാൽ എനിക്ക് പിന്നെ നിൽക്കുവാൻ കഴിയില്ല. ആമേൻ. ദാവീദ് ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ വ്യക്തമായി തൻ്റെ ഹൃദയം തുറക്കുകയാണ്. ഇന്ന് പകലിൽ നമുക്ക് പറയാം, കർത്താവേ, നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് മാറ്റരുതേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദാവീദിൻ്റെ പ്രാർത്ഥന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച എല്ലാവരും ആമേൻ പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യം ഇതാണ്: ദൈവമേ, ആമേൻ, നിന്റെ ദയയാൽ എന്നെ നടത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഴുതിക്കോളൂ. തൻ്റെ നിഷ്കളങ്കതയുടെ വിശുദ്ധീകരണമാണ് യഹോവയുടെ ഉടമ്പടിയിലേക്ക് ഏർപ്പെട്ട ഭക്തന്മാരോട് യഹോവ പുലർത്തുന്ന സ്നേഹമാണ് ഇവിടെ ദയ എന്ന പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എപ്പോഴും നിലനിൽക്കുന്ന വ്യക്തമായ യാഥാർത്ഥ്യമാണ്, അതുകൊണ്ടാണ് അതെപ്പോഴും മുന്നിൽ ഇരിക്കുന്നത്, യഹോവയുടെ ദയയാൽ തൻ്റെ പ്രാണനെ വീണ്ടെടുത്ത യഹോവയുടെ ദയയാൽ ദൃഷ്ടി ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയാണ് എന്ന് ദാവീദ് വിശ്വസിച്ചു. സ്തോത്രം.
അപ്പോൾ ദൈവത്തിൻ്റെ വലിയ മഹത്വമാണ്